നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 9/11/2025 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില 1 രൂപയാണ് കൂടിയത്. ഇനി അതേസമയം സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി നമുക്ക് വിശദമായി റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 185, RSS 5 കിലോ 181, ISN 20 162 50 പൈസയാണ്. ലാറ്റക്സ് 60% ഡിയാസിന് 124 70 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 185, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിൻ്റെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 176, ലോട്ട് കിലോ 163 മുതൽ 168. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ 122, 60% ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 50 പൈസയാണ്. ഫീൽഡ് ലാറ്റക്സ് 162, 25% ഡിയാസിലുള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 8100, 30% ഡിയാസിലുള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 9720, 35% ഡിയാസിലുള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 11340. കേരളത്തിലെ വ്യാപാരികളെ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 172 50 പൈസ, ISN 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% ഡിയാസിലുള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 112. ഇന്ന് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങാതെ നിൽക്കുകയാണ്. മറ്റു ചിലരാകട്ടെ കവറിട്ട മരങ്ങൾ ചിലതൊക്കെ വെട്ടി, അല്ലാത്തവരും ചിലതൊക്കെ വെട്ടി. കാലാവസ്ഥ വളരെ മോശമാണ്. അതായത് ഉഷ്ണക്കാറ്റൊക്കെ അടിച്ചതോടുകൂടി റബ്ബർ ടാപ്പിങ്ങിൽ റബ്ബർ പാല് തീരെ മോശമാണ്. മിക്ക ആൾക്കാർക്കും 1-2 ഷീറ്റൊക്കെയാണ് കുറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,185, 1 പവൻ 89,480. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,202, 1 പവൻ 97,616. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9152, 1 പവൻ 73,211. നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ 680, കുരുമുളക് ഗാർബിൾഡ് കിലോ 700, കുരുമുളക് പുതിയത് 670, ചുക്ക് വെസ്റ്റ് 300, കുരുമുളക് വയനാടൻ 660, കുരുമുളക് ചേട്ടൻ 650. തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, പച്ചത്തേങ്ങ 60 മുതൽ 80 ചകിരിയുള്ളത്. കൊപ്ര എടുത്തപടി 226, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കൊപ്ര എടുത്തപടി 340, കച്ചോലം ഉണങ്ങിയത് 670, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, കയർ ഇരക്കയർ 10, കരിപ്പൊടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 280, ഗ്രാമ്പു 780, നാടൻ 880, പൈനാപ്പിൾ പച്ച 26, പഴം 30. നെല്ല് കിൻഡൽ 2300. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെൻറ്റിന് അംഗീകാരം ലഭിച്ചു. ടെക്നോ പാർക്ക്, മെഡിക്കൽ കോളേജ്, വിമാനത്താവളം, തമ്പാനൂർ, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ 31 കിലോമീറ്റർ പാത തിരുവനന്തപുരം വികസന കുതിപ്പിന് ഗതിവേഗം പകരുന്നതിൽ സംശയമില്ല. KMRL മുഖേന നിർമ്മാണം പുരോഗമിക്കുന്ന ശ്രീകാര്യം മേൽപ്പാലം പോലുള്ള മുന്നൊരുക്കങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്ന ഈ മികച്ച ഗതാഗത സൗകര്യത്തിന് അടിത്തറയിടുകയാണ്. കേരളത്തിൻ്റെ ഭാവിക്ക് കരുത്തേകുന്ന ഈ വികസന നേട്ടം യാഥാർത്ഥ്യമാക്കാൻ കൈകോർത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതിൽ ഈ മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരള ഫാസ്റ്റ് യാത്രയായിരിക്കും. ഇപ്പോൾ കൊച്ചി ആൾറെഡി ഇങ്ങനെ മെട്രോ വന്നതോടുകൂടി മിക്ക സ്ഥലങ്ങളിലും നല്ല രീതിയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. അങ്ങനെ ഗതാഗത കുരുക്കിന് കുറേയൊക്കെ പരിഹാരമാവും ഇങ്ങനെ തിരുവനന്തപുരം മെട്രോയുടെ വന്നു കഴിഞ്ഞാൽ. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ്